morning. Good morning, Miss. Okay, good morning. Okay, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്താണ് എല്ലാവരും ഒരു മൂഡ് ഓഫിലാണെന്ന് തോന്നുന്നത്? ഓക്കെ, വിസ്മയ ഗുഡ് മോർണിംഗ്. എന്താണ് സുഖം? ഓക്കെ. ഓക്കെ ഓക്കെ ആണ്. ഓക്കെ, ശ്രീലക്ഷ്മി ഗുഡ് മോർണിംഗ്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞോ വിസ്മയ? ഫുഡൊക്കെ കഴിച്ചു. നിങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞോ? നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? ഓക്കെ, കഴിഞ്ഞ ദിവസം ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയിരുന്നോ? നമ്മള് ഇന്റേണൽ വായിച്ചു നോക്കി അല്ലെ? ഓക്കെ, നമ്മള് ടൈപ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 2 എണ്ണം നമ്മൾ പറഞ്ഞു അല്ലെ? 5 ടൈപ്പുകളില് 2 എണ്ണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, അത്രയും വരെ വായിച്ചു എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? എത്രയും ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, വിസ്മയ മാത്രമാണല്ലോ റെസ്പോണ്ട് ചെയ്യുന്നത്. ബാക്കി ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. എന്തൊറ്റി? നീതു, ലക്ഷ്മി, ആൻസി, അഞ്ജൂസ്, പിന്നെ കുറെ പേര് ഉണ്ടല്ലോ, ക്രിസ്റ്റീന. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? എന്താണ് നീതു? വിസ്മയയുടെ ബർത്ത്ഡേ ആണോ? ഓക്കെ, എപ്പോഴാണോ പറയുന്നത്? അപ്പൊ ഹാപ്പി ബർത്ത്ഡേ വിസ്മയ. ഹാപ്പി ബർത്ത്ഡേ. പിന്നെ അത് ശരിയാ, പിന്നെ ബർത്ത്ഡേ ആയിട്ട് മിണ്ടാതിരിക്കായിരുന്നല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യാമോ? വിസ്മയനെ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യും കേട്ടോ. പിന്നെന്താണ് വിസ്മയ, ബർത്ത്ഡേ ആയിട്ട് എന്താ പ്രോഗ്രാം? കേക്ക് ഒക്കെ കട്ട് ചെയ്യുന്നില്ലേ? ഓ ഇല്ല, പ്രോഗ്രാം ഒന്നും ഇല്ല. രാവിലെ പിന്നെ അമ്പലത്തിൽ പോയിട്ട് വന്നു. ഇങ്ങനെ അത് ശരി, അമ്പലത്തിൽ പോയില്ല രാവിലെ? ഓക്കെ, അപ്പൊ വിസ്മയ രാവിലെ അമ്പലത്തിലൊക്കെ പോയി അല്ലെ? പ്രാർത്ഥിച്ചു അല്ലെ? ഓക്കെ, അല്ലെ? വിസ്മയ്ക്ക് എല്ലാവിധ ആശംസകളും കേട്ടോ. ഇനി ഒരുപാട് കാലം ഇതുപോലെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഭാഗ്യം ഉണ്ടാകട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. തുടങ്ങാം നമുക്ക് ക്ലാസ്. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് പ്രധാനമായിട്ടും 5 ടൈപ്പുകൾ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഓക്കെ, അതിന്റെ നീഡ് അല്ലെ? അതിന്റെ നീഡ് നമ്മൾ മനസ്സിലാക്കി. പിന്നെ അതിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂസ്, അതെ എൻവയോൺമെന്റൽ ഓഡിറ്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ പ്രധാനമായിട്ടും 5 ടൈപ്പ് ഓഡിറ്റുകളാണുള്ളത്. ഒന്ന് കംപ്ലൈൻസ് ഓഡിറ്റ് അല്ലെ? അറിയാലോ എന്താണ് കംപ്ലൈൻസ് ഓഡിറ്റ്? നമ്മുടെ സ്ഥാപനം കൃത്യമായിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളും പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഓഡിറ്റ് ആണ് കംപ്ലൈൻസ് ഓഡിറ്റ് അല്ലെ? കംപ്ലൈൻസ് എന്ന് പറയുമ്പോൾ പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കംപ്ലൈന്റ് അല്ല കേട്ടോ, അത് വേറെയാണ്, അത് പരാതി. ഇത് പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? എൻവയോൺമെന്റൽ ഓഡിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ സ്ഥാപനത്തിലെ എൻവയോൺമെന്റില് എത്രത്തോളം എൻവയോൺമെന്റൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് ആണ് എൻവയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്സ്. ഇതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്സ്. എന്തായിരിക്കും ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്? പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? അതായത് നമ്മുടെ സ്ഥാപനത്തിന്റെ IT സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങള് അല്ലെ? ഇതിപ്പോ അധികം എല്ലാം എന്താ പറയാ, ഈ പറയുന്ന കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങളിലൂടെയാണ് എല്ലായിടത്തും കാര്യങ്ങൾ നടക്കുന്നത് അല്ലെ? സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസുകളിലൂടെയൊക്കെയാണ് ഇന്നിപ്പോ കൂടുതലും ഓപ്പറേഷൻസും മറ്റും നടക്കുന്നത്. മാനുവലി നടക്കുന്നുണ്ട്,
എങ്കിലും കൂടുതലും എന്താണ് ടെക്നോളജി വികസിച്ചത് കൊണ്ട് തന്നെ കൂടുതലും നമ്മൾ IT സംവിധാനങ്ങള്, കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങള്, സോഫ്റ്റ്വെയർ സിസ്റ്റംസിലൂടെയൊക്കെയാണ് നമ്മൾ കൂടുതലും പ്രവർത്തനങ്ങൾ ഇന്ന് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഏതൊരു സ്ഥാപനത്തിന്റെയും പ്രവർത്തനങ്ങള്, അതിന്റെ വർക്ക് ഫ്ലോ കുറെ കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്സ് മേ ഇവാലുവേറ്റ്, അണ്ടർലൈൻ ചെയ്യാട്ടോ, that may evaluate information systems and the underlying infrastructure to ensure the accuracy of the processing, the security and confidential customer information or intellectual property. അണ്ടർലൈൻ ചെയ്യാട്ടോ. എന്താണ് അവിടെ പറയുന്നത്? നമ്മള് ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ആ ഒരു ഓർഗനൈസേഷന്റെ അല്ല ആ ഒരു ഓർഗനൈസേഷന്റെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള സെറ്റപ്പുകള്, സംവിധാനങ്ങള് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ദാറ്റ് ആർ വർക്കിംഗ് റൈറ്റ്, എല്ലാം ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം? അസസ് ചെയ്യണം അല്ലെ. അതായത് ആ ഒരു സ്ഥാപനത്തിലുള്ള നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി സിസ്റ്റംസുകള് അല്ലെ, സംവിധാനങ്ങള്, അതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ അടിസ്ഥാന IT സംബന്ധമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വർക്കിംഗ് റൈറ്റ് അല്ലെ, ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം അല്ലെ, അത് അസസ് ചെയ്യണം. പിന്നെ എന്തൊക്കെയാണ് ഈ ഓഡിറ്റിലൂടെ നമ്മൾ അസസ് ചെയ്യുന്നത്? ഡാറ്റ പ്രോസസിംഗ് ഈസ് ആക്യുറേറ്റ് അല്ലെ, ഡാറ്റ പ്രോസസ്സിംഗ് എല്ലാം തന്നെ ആക്യുറേറ്റ് ആണ്, കൃത്യമാണെന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എററുകളൊന്നും അവിടെ സംഭവിക്കുന്നില്ല, സിസ്റ്റത്തിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഡാറ്റ പ്രോസസ്സിംഗ് എല്ലാം തന്നെ ആക്യുറേറ്റ് ആണോ, ദാറ്റ് മീൻസ് നോ എറേഴ്സ്, പ്രത്യേകിച്ച് എററുകളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ കസ്റ്റമർ ഇൻഫർമേഷൻസ് ആൻഡ് കമ്പനി എന്താണ് കമ്പനിയുടെ ഇൻഫർമേഷൻസ് എല്ലാം സേഫ് ആൻഡ് സെക്യൂർ ആണെന്ന് ഉറപ്പുവരുത്തണം അല്ലെ. കമ്പനി സീക്രട്സും കസ്റ്റമറുടെ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ സേഫ് ആൻഡ് സെക്യൂർ ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം അല്ലെ. ഇതാണ് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റിൽ നമ്മൾ നടത്തുന്നത്. അപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇറ്റ് വിൽ ഇവാലുവേറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് underlying infrastructure to ensure the accuracy of their processing, security and confidential customer information of intellectual property. മനസ്സിലാക്കാട്ടോ. അതായത് ഒരു സ്ഥാപനത്തിന്റെ എല്ലാവിധ ഇൻഫർമേഷൻ സിസ്റ്റംസുകള്, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെ പ്രോപ്പർ ആയിട്ട് ശരിയായ രീതിയിൽ വർക്കിംഗ് ആണോ, അതുപോലെ തന്നെ ഡാറ്റ പ്രോസസ്സിങ്ങുകളെല്ലാം തന്നെ കൃത്യമാണോ, എററുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ, ഓക്കെ, അതുപോലെ തന്നെ കസ്റ്റമറിന്റെ ഇൻഫർമേഷൻസും കമ്പനിയുടെ സീക്രട്സുകൾ എല്ലാം തന്നെ സേഫ് ആൻഡ് സെക്യൂർഡ് ആണോ, ഇതെല്ലാം തന്നെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഓഡിറ്റ് ആണ് എന്ത്? ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സെന്റൻസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? They will typically include the assessment of general IT controls related to logical access, change management, system operations and backup and recovery. അപ്പോ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളുടെ അസസ്മെന്റുകളാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങളുടെ അസസ്മെന്റ് ആണ് നോക്കിയേ? ഓഫ് ജനറൽ IT controls related to ലോജിക്കൽ ആക്സസ് അല്ലെ. ലോജിക്കൽ ആക്സസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആർ ഓൺലി ദ റൈറ്റ് ടു പീപ്പിൾ ആക്സസിംഗ് ദ ഡാറ്റ ഓർ സിസ്റ്റംസ്. ശരിയായിട്ടുള്ള ആളുകൾ തന്നെയല്ലേ ആ സിസ്റ്റംസുകൾ പ്രോസസ് ചെയ്യുന്നതും ഡാറ്റകളൊക്കെ പ്രോസസ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്താം അല്ലെ. അതായത് നമുക്കറിയാലോ, നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടൊക്കെ ആളുകൾ അതിൽ നിന്ന് വിവരങ്ങൾ ചോർത്താനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അറിയാലോ, ഹാക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. അതല്ലാണ്ട് ഓതറൈസ്ഡ് അല്ലാത്ത ആളുകൾ അതിൽ നിന്ന് വിവരം, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ എടുക്കുക, അതൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അതൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള ലോജിക്കൽ ആക്സസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നതാണ് ആർ ഓൺലി ദ റൈറ്റ് ടു പീപ്പിൾ ആക്സസ് ഇൻ ദ സിസ്റ്റം ഓഫ് ഡാറ്റ.
സിസ്റ്റം ഡാറ്റകളൊക്കെ ശരിയായിട്ടുള്ള ആളുകള്, ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയല്ലേ അത് ആക്സസ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, പിന്നെന്താണ് ചേഞ്ച് മാനേജ്മെന്റ്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ടെക്നോളജി ചേഞ്ചസ് ആർ ഡൺ സേഫ്ലി. ഈ നമ്മൾ ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചസുകൾ എല്ലാം തന്നെ നമ്മൾ സേഫ് ആയിട്ട് തന്നെയല്ലേ ആ ചേഞ്ചസുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോ അപ്ഡേറ്റ് ചെയ്യില്ലേ, അതായത് IT നമ്മൾ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, പുതിയ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചസുകള് ഓക്കെ, ടെക്നോളജി ചേഞ്ചസ് ആർ ഡൺ സേഫ്ലി. നമ്മൾ വരുന്ന ടെക്നോളജി ചേഞ്ചസുകൾ എല്ലാം വളരെ സേഫ് ആയിട്ട് തന്നെയല്ലേ നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, അത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ സിസ്റ്റം ഓപ്പറേഷൻസ്, ആർ ദി സിസ്റ്റംസ് വർക്കിംഗ് സ്മൂത്ത്ലി, എല്ലാ സിസ്റ്റംസുകളും സ്മൂത്ത് ആയിട്ട് തന്നെയല്ലേ അവിടെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ആൻഡ് ബാക്കപ്പ് ആൻഡ് റിക്കവറി, അതായത് ഡാറ്റ ഈസ് ബാക്കപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഡാറ്റകളെല്ലാം തന്നെ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടോ, ആൻഡ് ഇറ്റ് ക്യാൻ ബി റിട്രീവ്ഡ് ഇഫ് റിക്വയർഡ്, നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമുക്കത് റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ IT കൺട്രോൾസുകളുടെയും അസസ്മെന്റുകളാണ് എന്തിനകത്ത് വരുന്നത്, ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റിനകത്ത് വരുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇറ്റ് വിൽ ഇൻക്ലൂഡ് ഇതൊക്കെയാണ്, ഇതൊക്കെ കാര്യങ്ങളുടെ അസസ്മെന്റ് ആണ് വരുന്നത്. അസസ്മെന്റ് ഓഫ് ജനറൽ IT കൺട്രോൾസ് റിലേറ്റഡ് ടു logical access, that means that are only the right person accessing the data or system. ശരിയായിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയല്ലേ നമ്മുടെ സിസ്റ്റംസുകളും ഡാറ്റകളൊക്കെ ആക്സസ് ചെയ്യുന്നത്. അതുപോലെ ചേഞ്ച് മാനേജ്മെന്റ്, ആർ ദ ടെക്നോളജി ചേഞ്ചസ് ആർ ഡൺ സേഫ്ലി, ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ സേഫ് ആയിട്ട് തന്നെയല്ലേ നമ്മൾ നടപ്പിലാക്കുന്നത്. അതുപോലെ സിസ്റ്റം ഓപ്പറേഷൻസ്, ആർ ദ വർക്കിംഗ് സിസ്റ്റംസ് വർക്കിംഗ് സ്മൂത്ത്ലി, എല്ലാ IT സംവിധാനങ്ങളും സ്മൂത്ത് ആയിട്ട് തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ ഡാറ്റകളും അവിടെ ബാക്കപ്പ് ചെയ്യുന്നുണ്ടോ, ആവശ്യമുള്ള സമയത്ത് നമുക്കത് റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ. ഇങ്ങനെയുള്ള എല്ലാ അസസ്മെന്റുകളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ IT ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നടത്തുന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തതാണ് എന്ത്, ഓപ്പറേഷണൽ ഓഡിറ്റ്. അപ്പൊ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ കേട്ടോ. ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ ഓപ്പറേഷൻസുകളുടെ ആ ഒരു എഫിഷ്യൻസി അല്ലെ, അത് നമ്മൾ എന്ത് ചെയ്യണം, അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റ്. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്ത് ഓപ്പറേഷൻ? അതായത് അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെ, ഡേ ടു ഡേ ഓപ്പറേഷൻസുകള് അല്ലെ, അവരുടെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസുകളെല്ലാം തന്നെ പ്രോപ്പർ ആണോ, ശരിയായിട്ടുള്ള രീതിയിലാണോ എന്ന് അസസ് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഓഡിറ്റ് ആണ് ഓപ്പറേഷണൽ ഓഡിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓപ്പറേഷണൽ ഓഡിറ്റ്സ് അസസ് ദ ഓർഗനൈസേഷൻസ് കൺട്രോൾ മെക്കാനിസംസ് ഫോർ ദെയർ ഓവറോൾ എഫിഷ്യൻസി ആൻഡ് റിലയബിലിറ്റി. അണ്ടർലൈൻ ചെയ്യാട്ടോ. അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ ഓവറോൾ ആയിട്ടുള്ള അവരുടെ എഫിഷ്യൻസി, പ്രവർത്തനങ്ങള്, ഡേ ടു ഡേ ഓപ്പറേഷൻസുകള്, അങ്ങനെയുള്ള എല്ലാ ഓവറോൾ എഫിഷ്യൻസി, അതിന്റെ കാര്യക്ഷമത, അതിന്റെ റിലയബിലിറ്റി, അതെല്ലാം കൺട്രോൾ ചെയ്യുന്നതിനുള്ള, അതിന് വേണ്ടിയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കൺട്രോൾ മെക്കാനിസംസും അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റ് ആണിത് ഓപ്പറേഷണൽ ഓഡിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ എന്താണ്, പെർഫോമൻസ് ഓഡിറ്റ്. എന്തായിരിക്കും പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്? എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ആ ഒരു സ്ഥാപനത്തിന്റെ പെർഫോമൻസ് അല്ലെ, അവരുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്, അവരുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട്, അതാണ് അവരുടെ പെർഫോമൻസ് അല്ലെ. നമ്മൾ അതായത് ഏതൊരു സ്ഥാപനത്തിലും അവരുടേതായ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എത്രത്തോളം പ്രയത്നിക്കുന്നുണ്ട്, ആ ഗോൾസ് അവർക്ക് എത്രത്തോളം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, അതിലേക്കുള്ള അവരുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഓഡിറ്റ് ആണ് എന്ത്, പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പെർഫോമൻസ് ഓഡിറ്റ്സ് ഇവാലുവേറ്റ് whether the organization is meeting the metrics set by the management in order to achieve the goals and objectives specified by the board of directors.
എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫോമൻസ് ഓഡിറ്റ് നടത്തുന്നത്? ഈ പറയുന്ന ഓർഗനൈസേഷൻ നമ്മുടെ മാനേജ്മെന്റ് സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാവിധ സ്റ്റാൻഡേർഡുകളും ആ ഒരു സ്ഥാപനം നിറവേറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നിറവേറ്റാൻ അവർക്ക് കഴിയുന്നുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് സ്പെസിഫൈഡ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ആ ഒരു സ്ഥാപനത്തിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവര് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡുകളും ആ ഒരു സ്ഥാപനത്തിന് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, നിറവേറ്റാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഓഡിറ്റ് ആണ് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ 5 ടൈപ്പ് ഓഫ് ഓഡിറ്റുകൾ ക്ലിയർ അല്ലേ? അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോ നമ്മൾ അതിനകത്ത് 5 ടൈപ്പാണ് പഠിക്കുന്നത് അല്ലെ? ഇതൊക്കെയായിരുന്നു കംപ്ലൈൻസ് ഓഡിറ്റ്, പിന്നെ അടുത്തത് എന്താണ്? എൻവിയോൺമെന്റൽ ഓഡിറ്റ്, IT ഓഡിറ്റ് അല്ലെ, ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്, ഓപ്പറേഷണൽ ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാം കേട്ടോ. അപ്പൊ അത് എളുപ്പമല്ലേ, തെറ്റിപ്പോവരുത് കേട്ടോ. അത് ഓരോ ഓഡിറ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ എന്തൊക്കെയാണെന്നുള്ളത്. കംപ്ലൈൻസ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിംഗ് പരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസുകള് അതൊക്കെ കൃത്യമായിട്ട് അത് പാലിച്ചു പോകുന്നുണ്ടോ, ഫിനാൻഷ്യൽ കാര്യങ്ങളായിട്ട് അത് മാത്രമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമല്ല കേട്ടോ, ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിൽ പാലിക്കുന്നുണ്ടോ, പ്രോപ്പർ ആയിട്ട് തന്നെയാണോ പോകുന്നത്, അതറിയാൻ വേണ്ടി നടത്തുന്ന ഓഡിറ്റ് ആണ് കംപ്ലൈൻസ് ഓഡിറ്റ്. എൻവിയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എൻവിയോൺമെന്റൽ ആയിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ്, പ്രത്യേകിച്ച് നമ്മൾക്കത് എടുത്തു പറയേണ്ട ഒരു ഹോസ്പിറ്റലിന്റെ കേസിലാണ് അല്ലെ. എന്നാൽ ഈ ഹോസ്പിറ്റലില് ബയോമെഡിക്കൽ വേസ്റ്റുകളും വില്ലേജ് വേസ്റ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഓൾറെഡി ഡിപ്ലോമയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സ്റ്റേറ്റ് ആയിട്ടും ഫെഡറൽ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഹോസ്പിറ്റലിൽ പാലിച്ചിട്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അത് അങ്ങനെ അതാണ് എൻവിയോൺമെന്റൽ ഓഡിറ്റിൽ അതാണ് വരുന്നത്. അതായത് എൻവിയോൺമെന്റൽ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളൊക്കെ ആ കമ്പനിയുടെ എത്രത്തോളം അത് പാലിക്കുന്നുണ്ട്, പാലിക്കുകയല്ല, കമ്പനി എത്രത്തോളം അതുമായിട്ട് എന്താണ് അത് തന്നെ അഡ്ഹിയർ ചെയ്യുന്നുണ്ട്, പാലിക്കുന്നുണ്ട്, അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നടത്തുന്നതാണ് എൻവിയോൺമെന്റൽ ഓഡിറ്റ് കേട്ടോ. IT ഓഡിറ്റ് മനസ്സിലായല്ലോ, അതുപോലെ ഓപ്പറേഷണൽ ഓഡിറ്റ് ആൻഡ് പെർഫോമൻസ് ഓഡിറ്റ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയത് 5 ടൈപ്പ് ഓഫ് ഓഡിറ്റുകൾ ക്ലിയർ ആണോ നോക്കി. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യാൻ പറയുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ആർക്കെങ്കിലും പേര് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റിലോട്ട് നോക്കാം കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാം ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയർ ഓർ പ്രോസസ് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയർ ഓർ പ്രോസസ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രോസസ് എങ്ങനെയാണ് ഒരു ഇന്റേണൽ ഓഡിറ്റ് നമ്മൾ നടത്തുന്നത്, അതിന്റെ ആ ഒരു പ്രൊസീജിയർ ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്. ഓക്കെ, അപ്പൊ എന്താ നോക്കാം. An internal audit should have 4 general phases of activities. പ്രധാനമായിട്ടും അതിനകത്ത് 4 ഫേസസുകളാണ് വരുന്നത്, 4 പ്രോസസ്സുകളാണ് വരുന്നത്. എന്തൊക്കെയാണ് 4 ഫേസസ്? ഫസ്റ്റ് വൺ പ്ലാനിങ്, സെക്കൻഡ് വൺ ഫീൽഡ് വർക്ക്, തേർഡ് വൺ റിപ്പോർട്ടിംഗ്, ഫോർത്ത് വൺ ഫോളോ അപ്പ്. അങ്ങനെ 4 ഫേസുകളാണ് ഇതിനകത്ത് വരുന്നത്, ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയറിനകത്ത് വരുന്നത്. അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയറിനകത്ത് വരുന്ന 4 ഫേസസുകൾ എന്തൊക്കെയാണ്? പ്ലാനിങ്, ഫീൽഡ് വർക്ക്, റിപ്പോർട്ടിംഗ്, ഫോളോ അപ്പ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ 4 ഫേസുകളാണ് അവിടെ വരുന്നത്. The following provides a brief synopsis of each phase കേട്ടോ. അപ്പൊ ഓരോ ഫേസുകൾ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? പ്ലാനിങ് ഫേസ്. ഏത് കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുൻപ് എന്ത് വേണം? നമുക്കൊരു പ്ലാനിങ് ആവശ്യമാണ്. ഓടിപ്പോയി നമുക്കിത് ചെയ്യാൻ പറ്റില്ല അല്ലെ. എന്ത് വേണം? ഇതിനൊരു
പ്ലാനിങ് വേണം അല്ലെ. നമ്മൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, പ്ലാനിങ് പ്രകാരം എത്രത്തോളം നടക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്ത് വേണം, പ്ലാനിങ് വേണം അല്ലെ. അപ്പൊ അത് എല്ലാത്തിലും വരുന്ന ഒരു ഫേസ് തന്നെയാണ് അല്ലെ, പ്ലാനിങ് അല്ലെ, പ്ലാനിങ് ഫേസ്. ദെൻ പ്ലാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, ഫീൽഡ് വർക്കാണ്. ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ ആ വർക്കിംഗ് പ്ലേസിലോട്ട് പോയിട്ട് നേരിട്ട് നമ്മൾ അവിടെ പോയി വർക്ക് ചെയ്യാണ്, അതാണ് ഫീൽഡ് വർക്ക്. ചുരുക്കി പറഞ്ഞ എന്തായിരിക്കും, നമ്മൾ അവിടെ ഇന്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഫേസ് ആണ് അല്ലെ. നമ്മൾ ആ ഇന്റേണൽ ഓഡിറ്റ് നമ്മൾ നടത്തുകയാണ്. ഫീൽഡ് വർക്ക് എന്ന് വെച്ചാൽ ഫീൽഡിലേക്ക് ചെന്ന് നമ്മൾ വർക്ക് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് അവിടെ കണ്ടക്ട് ചെയ്യാണ് അല്ലെ. തേർഡ് വൺ എന്താണ്, റിപ്പോർട്ടിംഗ് ആണ്. നമ്മൾ ഫീൽഡ് വർക്കിൽ നിന്നും കണ്ടെത്തുന്ന കാര്യങ്ങള്, മീൻസ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു അല്ലെ. അതെ, നമ്മളൊരു റിപ്പോർട്ട്, അതിനെ പറ്റി നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കാണ് അല്ലെ. ലാസ്റ്റ് എന്താണ്, ഫോളോ അപ്പ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടില്ല, 4 ഫേസ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഓർത്തെടുക്കാൻ പറ്റില്ലേ? ഏതൊക്കെയാ 4 ഫേസ്? പ്ലാനിങ് ഉണ്ട്, ഫീൽഡ് വർക്ക് ഉണ്ട്, റിപ്പോർട്ടിംഗ് ഉണ്ട്, ലാസ്റ്റ് ഫോളോ അപ്പ്. അങ്ങനെ 4 ഫേസുകളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് റൗണ്ടിനകത്ത് കാണാം, ഇതൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. ആദ്യം പ്ലാനിൽ നിന്ന് ഫീൽഡ് വർക്ക്, ഫീൽഡ് വർക്കിൽ നിന്ന് റിപ്പോർട്ടിംഗ്, റിപ്പോർട്ടിംഗിൽ നിന്ന് ഫോളോ അപ്പ്, എഗെയിൻ ഈ പ്രോസസ് ആണ് നടക്കുന്നത് കേട്ടോ. അപ്പൊ 4 ഫേസസ് മനസ്സിലായല്ലോ, 1, 2, 3, 4. പ്ലാനിങ്, ഫീൽഡ് വർക്ക്, റിപ്പോർട്ടിംഗ്, ഫോളോ അപ്പ്. ഇതാണ് 4 ഫേസസ് അല്ലെങ്കിൽ 4 സ്റ്റെപ്സുകളായിട്ട് വരുന്നത്. ഇനി നമുക്കറിയുന്നത് ഓരോ ഫേസിലും എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് പ്ലാനിങ് ഫേസ് ആണ് അല്ലെ. നമുക്കറിയാലോ, പ്ലാനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ആ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നതിന് മുൻപായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു അല്ലെ, പ്ലാൻ ചെയ്യാണ് നമ്മൾ. ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യണം, ഇത്ര രീതിയിൽ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുകയാണ് അല്ലെ, പ്ലാൻ ചെയ്ത് വെക്കുകയാണ്. അതെങ്ങനെയാണ് അവിടെ പറയുന്നത്, ഡ്യൂറിങ് ദ പ്ലാനിങ് പ്രോസസ്. പറയുന്നത് ഓരോ ഫേസിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ കാര്യങ്ങൾ തന്നിട്ട് ഇത് ഏത് ഫേസിലാണെന്നൊക്കെ നമുക്ക് ചോദിക്കും കേട്ടോ. അപ്പൊ നോക്കാം, ഡ്യൂറിങ് ദ പ്ലാനിങ് പ്രോസസ് ദ ഇന്റേണൽ ഓഡിറ്റ് ടീം വിൽ ഡിഫൈൻ ദ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇതാണ് പറയുന്നത്, നമ്മൾ പ്ലാനിങ് ഫേസിൽ അല്ലെങ്കിൽ പ്ലാനിങ് പ്രോസസ്സിന് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ് ടീം ഉണ്ടല്ലോ, അവരെന്താ ചെയ്യുന്നത്, that will define the scope and objectives. അതായത് നമ്മൾ ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പ്, അതിന്റെ പരിധി, അതുപോലെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണോ, നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് എന്താണോ നമ്മൾ ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഓഡിറ്റ് നടത്തുന്നത്, അതിന്റെ ലക്ഷ്യം എന്താണ്, ഈ 2 കാര്യങ്ങളും നമ്മൾ ആ ഒരു ഫേസിൽ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് അല്ലെ. പ്ലാനിങ് പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റേണൽ ഓഡിറ്റ് ടീം വിൽ ഡിഫൈൻ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ പരിധി, എത്ര പരിധിയിൽ നമുക്ക് ആ ഓഡിറ്റിംഗ് നടത്തണം. ഓക്കെ, പരിധി എന്ന് പറയുന്നത് എല്ലാതും അതിനകത്ത് വരും കേട്ടോ. അതായത് സമയപരിധി വരും, സാമ്പത്തികമായിട്ടുള്ള എത്രത്തോളം പരിധിയിൽ നമുക്കത് നടത്തണം എന്നുള്ള കാര്യങ്ങളും, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് എന്താണോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ലക്ഷ്യമിടുന്നത്, ഈ 2 കാര്യങ്ങളും നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, റിവ്യൂ ദ ഗൈഡൻസ് റിലവന്റ് ടു ഓഡിറ്റ്. ആ ഓഡിറ്റുമായിട്ട് റിലവന്റ് ആയിട്ടുള്ള എല്ലാ ഗൈഡൻസുകളും നമ്മൾ റിവ്യൂ ചെയ്യണം. ആ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നമ്മൾ അവിടെ എന്ത് ചെയ്യണം, അവലോകനം ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, എക്സാമ്പിൾ ലോസ്, റെഗുലേഷൻസ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്, കമ്പനി പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. നമ്മളൊരു ഓഡിറ്റ് നടത്തുമ്പോൾ ആ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻസ് എന്തൊക്കെയാണ്, അതിൽ നമ്മൾ പാലിക്കേണ്ട ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയാണ്, അവിടെ നമ്മൾ പാലിക്കേണ്ട കമ്പനിയുടെ പോളിസികളും പ്രൊസീജിയറുകളും എന്തൊക്കെയാണ്, അതൊക്കെയാണ് എന്ത്, ആ ഓഡിറ്റുമായിട്ട് റിലവന്റ് ആയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അല്ലെ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം അല്ലെ, അവലോകനം ചെയ്യണം. അപ്പോ പിന്നെന്താണ്, റിവ്യൂ ദ റിസൾട്ട് ഫ്രം ദ പ്രീവിയസ് ഓഡിറ്റ്. അതുപോലെ മുൻപ് ഓഡിറ്റ് നടന്നിട്ടുണ്ടാവും, അതിൽ നിന്നുമുള്ള റിസൾട്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം, അവലോകനം ചെയ്യണം അല്ലെ. ഇപ്പൊ മുന്നേ നടന്നിട്ടുണ്ടാവും ഇന്റേണൽ ഓഡിറ്റ്, അപ്പൊ നമ്മളത് റിവ്യൂ ചെയ്യണം, എങ്ങനെയാണ് നടന്നത്, അതിൽ നിന്ന് എന്തൊക്കെ ഫൈൻഡിങ്സുകളാണ് വന്നത്, അന്ന് നടന്ന ഓഡിറ്റിംഗിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടോ, അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ പുതിയൊരു ഇന്റേണൽ ഓഡിറ്റ് നടത്താനായിട്ട് അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഓഡിറ്റുകളുടെ റിസൾട്ടുകൾ നമ്മൾ റിവ്യൂ ചെയ്യണം.
ഓക്കെ. പിന്നെന്താണ് സെറ്റ് എ ടൈം ലൈൻ ആൻഡ് ബഡ്ജറ്റ് ഫോർ ദ ഓഡിറ്റ്. അതുപോലെ നമ്മൾ ആ ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സമയപരിധി നമ്മൾ സെറ്റ് ചെയ്യണം അല്ലെ. ആ ഓഡിറ്റ് ഇത്ര ദിവസം കൊണ്ട് ഇത്ര സമയം കൊണ്ട് നമുക്ക് അത് തീർക്കണം. ആ ഒരു എന്താണ് ടൈം ലൈൻ നമ്മൾ സെറ്റ് ചെയ്യണം. അതുപോലെ ബഡ്ജറ്റ് ഫോർ ദ ഓഡിറ്റ്, ആ ഓഡിറ്റിന് വേണ്ടി ബഡ്ജറ്റ്, ഒരു ഓഡിറ്റ് നടത്തുമ്പോൾ നമുക്ക് ചെറിയൊരു എക്സ്പെൻസ് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ബഡ്ജറ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ആൻ ഓഡിറ്റ് പ്ലാൻ ടു ബി എക്സിക്യൂട്ട്. നമുക്ക് നടപ്പിലാക്കേണ്ട ഒരു ഓഡിറ്റ് പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലെ. ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിറ്റ് പ്ലാൻ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ദ പ്രോസസ് ഓണേഴ്സ് ടു ഇൻവോൾവ്. ഐഡന്റിഫൈ ദ പ്രോസസ് ഓണേഴ്സ് ടു ഇൻവോൾവ്. ആ ഓഡിറ്റിങ്ങിൽ ആരൊക്കെ ഭാഗമാവണം, ആരൊക്കെയാണ് ആ ഓഡിറ്റിംഗ് നടത്തേണ്ടത്, ഇനി ഏതൊക്കെ ക്ലയൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഓഡിറ്റ് നടത്തേണ്ടത്, ആ ഓണേഴ്സ് ദാറ്റ് മീൻസ് അവിടെ അതിൽ ഇൻവോൾവഡ് ആവേണ്ട ആൾക്കാർ ആരൊക്കെയാണ്, അത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു. പിന്നെയോ ഷെഡ്യൂൾ ആൻഡ് ഇനീഷ്യേറ്റ് മീറ്റിംഗ് ടു കമൻസ് ദ ഓഡിറ്റ്. ഓഡിറ്റ് കമൻസ് ചെയ്യാനുള്ള ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഷെഡ്യൂൾ ചെയ്യുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓഡിറ്റ് നടത്തുന്നതിന് മുമ്പായിട്ട് നടത്തുന്ന തയ്യാറെടുപ്പുകളാണ് അല്ലെ. അപ്പൊ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ ഓർക്കണം കേട്ടോ. അപ്പൊ ഒരു പ്ലാനിങ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാനിങ് ഫേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, ഇത്രയും പോയിന്റുകൾ അതിനകത്ത് വരുന്നുണ്ട് അല്ലെ. ആദ്യം എന്ത് ചെയ്യണം, ഇന്റേണൽ ഓഡിറ്റ് ടീം അതിന്റെ സ്കോപ്പും ഒബ്ജക്റ്റീവ്സും ഡിഫൈൻ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, റിവ്യൂ ദ ഗൈഡൻസ് റിലേറ്റഡ് ടു ഓഡിറ്റ്. ഓഡിറ്റുമായിട്ട് റിലവന്റ് ആയിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും റിവ്യൂ ചെയ്യണം. അതുപോലെ റിവ്യൂ ദ റിസൾട്ട് ഫ്രം ദ പ്രീവിയസ് ഓഡിറ്റ്. ഇതൊക്കെ പോയിന്റുകളാണ് കേട്ടോ. അതുപോലെ മുൻപ് നടന്നിട്ടുള്ള ഓഡിറ്റുകളുടെ റിസൾട്ട് റിവ്യൂ ചെയ്യണം. സെറ്റ് എ ടൈം ലൈൻ ആൻഡ് ബഡ്ജറ്റ് ഫോർ ദ ഓഡിറ്റ്. ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സമയം പരിധി നിശ്ചയിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് നമ്മൾ മാറ്റി വെക്കണം. then create an audit plan to be executed. നമുക്ക് നടപ്പിലാക്കാനുള്ള ഓഡിറ്റ് പ്ലാൻ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഐഡന്റിഫൈ ദ പ്രോസസ് ഓണേഴ്സ് ടു ഇൻവോൾവ്. ആ ഒരു ഓഡിറ്റിംഗിന്റെ ഭാഗമാകേണ്ട ആളുകൾ ആരൊക്കെയാണെന്ന് നമ്മൾ മുൻകൂട്ടി തന്നെ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ടോ ഷെഡ്യൂൾ ആൻഡ് ഇനീഷ്യേറ്റ് മീറ്റിംഗ് ടു കമൻസ് ദ ഓഡിറ്റ്. ഓഡിറ്റ് നമുക്ക് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള മീറ്റിംഗുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഏത് ഫേസിനകത്ത് വരുന്നത്, പ്ലാനിങ് ഫേസിനകത്ത് വരുന്നത്. അപ്പൊ പ്ലാനിങ് ഫേസിൽ നമ്മൾ ഏതുവരെയുള്ള കാര്യങ്ങൾ ചെയ്തു, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഓഡിറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാനിങ്ങിനകത്ത് ചെയ്തു. അതിനെ പറ്റി നമുക്ക് നടപ്പിലാക്കാനുള്ള മീറ്റിംഗ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തു. അത്രയും കാര്യങ്ങൾ ആ ഫേസിൽ കഴിഞ്ഞില്ലേ. ഇനി സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീൽഡ് വർക്കാണ്. ഫീൽഡ് വർക്കിന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ തയ്യാറാക്കിയ പ്ലാൻ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇത് പറഞ്ഞാൽ നമ്മൾ എന്ത് നടത്തുന്നു, ഓഡിറ്റ് ആണ് നടത്തുകയാണ് അല്ലെ. അതാണ് എന്ത് ഫീൽഡ് വർക്ക്. ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് ആണ് നടത്തുകയാണ് അല്ലെ, എക്സിക്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഫേസ് കേട്ടോ. ഇതാണ് ഫീൽഡ് വർക്ക്. ഓക്കെ, പ്ലാനിങ് ഫേസ് മനസ്സിലായോ നിങ്ങൾക്ക്? പ്ലാനിങ് ഫേസിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങളോട് ചോദിക്കും ഈ ഒരു ഫേസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റുകളൊക്കെ നിങ്ങളോട് ചോദിക്കും കേട്ടോ. അപ്പൊ അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ അല്ലേ? പോയി എല്ലാവരും ഓക്കെ ശരി. ഉറങ്ങിപ്പോയാ എല്ലാവരും? വീഡിയോ ഓൺ ചെയ്ത് വെച്ച് പോയി അവിടുന്ന്? അവിടെ ഉണ്ട്, ഉണ്ടായാൽ മതി. അടുത്തത് ഫീൽഡ് വർക്ക് കേട്ടോ. ഫീൽഡ് വർക്കിൽ എന്താണ് പറയുന്നത്, ഫീൽഡ് വർക്ക് ഈസ് ദ ആക്ച്വൽ ആക്ട് ഓഫ് ഓഡിറ്റിംഗ്. അണ്ടർലൈൻ ചെയ്ത് വെച്ച് പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡാഷ് ഈസ് ദ ആക്ച്വൽ ആക്ട് ഓഫ് ഓഡിറ്റിംഗ്. എന്താണ് ഓഡിറ്റിംഗിന്റെ ആക്ച്വൽ ആക്ട് എന്നറിയപ്പെടുന്നത് ഏത് ഫേസ് ആണ്, ഫീൽഡ് വർക്ക് ആണ്. ആ ഫേസിലാണ് നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. Throughout this phase, the audit team will execute the audit plan. ആ ഒരു ഫേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഓഡിറ്റ് ടീം ഓഡിറ്റ് പ്ലാൻ എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലെ. ഓഡിറ്റ് ടീം വിൽ എക്സിക്യൂട്ട് ദ ഓഡിറ്റ് പ്ലാൻ. ഓഡിറ്റ് ടീം എന്ത് ചെയ്യുന്നു, ഓഡിറ്റ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. ഓക്കെ, ദിസ് യൂഷ്വലി ഇൻക്ലൂഡ്സ് interviewing key personnel to confirm an understanding of the process and controls. അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഫീൽഡ് വർക്കിനകത്ത് നടക്കുന്നത് നോക്കിയേ. നേരത്തെ നമ്മൾ പ്ലാനിങ്ങിന് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതുപോലെ ഫീൽഡ് വർക്കിന് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. ദിസ് യൂഷ്വലി ഇൻക്ലൂഡ്സ് എന്ത് ചെയ്യുന്നു, ഇന്റർവ്യൂവിംഗ് കീ പേഴ്സണൽ
ടു കൺഫേം an understanding of the process. അല്ലെ, നമുക്ക് ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് അത് നമ്മൾ നടത്തുകയാണ്. അപ്പൊ അവിടുത്തെ പ്രോസസ്സുകളെ പറ്റിയിട്ട്, അതായത് നമ്മുടെ ആ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഓഡിറ്റ് നടത്തുകയാണ്. അപ്പൊ അവിടെ നടക്കുന്ന സിസ്റ്റംസുകള്, അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ്, അവിടുത്തെ സംവിധാനങ്ങള്, പ്രോസസ്സുകള്, അതിനെ പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നു, അല്ലെ. ഇന്റർവ്യൂവിംഗ് കീ പേഴ്സണൽ മീൻസ് സ്റ്റാഫ് ടു കൺഫേം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോസസ്. ആ പ്രോസസ്സുകൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നു. അവരെ നമ്മൾ നേരിട്ട് പോയി അവരുമായിട്ട് സംസാരിക്കുന്നു. അതുപോലെ തന്നെ ആൻഡ് കൺട്രോൾസ് റിവ്യൂവിംഗ് ദ റിലവന്റ് ഡോക്യുമെന്റ്സ് ആൻഡ് ആർട്ടിഫാക്ട്സ്. അതുപോലെ അവിടുത്തെ ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകള്, റെക്കോർഡ്സുകള്, റിലവന്റ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും റെക്കോർഡ്സുകളൊക്കെ റിവ്യൂ ചെയ്യുന്നു. ഓഡിറ്റ് നമ്മൾ നടത്തുകയാണ് കേട്ടോ. ഡോക്യുമെന്റ്സുകളും അതുപോലെ റെക്കോർഡുകളൊക്കെ റിവ്യൂ ചെയ്യുന്നു. എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എൻ എക്സാമ്പിൾ, എക്സിക്യൂഷൻ ഓഫ് ദ കൺട്രോൾസ്. അതായത് അവിടെ ഈ പറയുന്ന എല്ലാ കൺട്രോൾസുകളും, അതായത് ആ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാവുമല്ലോ. പോളിസികളും പ്രൊസീജിയറുകളും കൺട്രോളുകളൊക്കെ, ആ കൺട്രോളുകൾ അവര് എങ്ങനെയൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ട് അവിടെ നടപ്പിലാക്കുന്നുണ്ടോ. അതുപോലെ ടെസ്റ്റിംഗ് ദ കൺട്രോൾസ് ഫോർ എ സാമ്പിൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം. അത് മാത്രമല്ല, അവരത് ചെക്ക് ചെയ്ത് നോക്കും, ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇപ്പൊ അവിടുത്തെ കൺട്രോൾസുകൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത സമയപരിധിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സാമ്പിൾ മീൻസ് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ നമ്മൾ ഓഡിറ്റ് നടത്തുന്നത് അവിടെ നമ്മൾ നടത്തി നോക്കും. ഈ പറയുന്ന കൺട്രോൾസുകൾ എല്ലാം തന്നെ അവിടെ പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും ഈ ഓഡിറ്റ് ടീം. ഓക്കെ, അതൊക്കെ പ്രോപ്പർ ആയിട്ട് അവർ ചെക്ക് ചെയ്ത് നോക്കും. ദെൻ എന്ത് ചെയ്യുന്നു, ഡോക്യുമെന്റിംഗ് ദ വർക്ക് പെർഫോംഡ്. ഡോക്യുമെന്റിന്റെ വർക്ക് പെർഫോംഡ് എന്ന് പറയുമ്പോൾ അവര് നടത്തുന്ന ഇന്റേണൽ ഓഡിറ്റിന്റെ ആ വർക്കും, അവർ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും അവർ എന്ത് ചെയ്യുന്നു, ഡോക്യുമെന്റ് ചെയ്യുന്നു, രേഖപ്പെടുത്തി വെക്കുന്നു. ഇന്ന കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഓപ്പറേഷൻസ്, ഈ രീതിയിലാണ്, ഇന്ന പോരായ്മകളുണ്ട്, ഇന്ന കാര്യങ്ങൾ അവിടെ ബെറ്റർ ആണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഓഡിറ്റിങ്ങിലൂടെ കണ്ടെത്തുന്ന ആ വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഫൈൻഡിങ്സ്, അതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, ഡോക്യുമെന്റ് ചെയ്യുന്നു. പിന്നെയോ ഐഡന്റിഫൈങ് എക്സെപ്ഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ്. എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓഡിറ്റ് നടത്തുമ്പോൾ ഇതൊക്കെ പോരായ്മകളാണ് നമ്മൾ കണ്ടെത്തുന്നത്. ആ പോരായ്മകൾ നമ്മൾ തിരിച്ചറിയുന്നു. അത് തിരിച്ചറിയുക മാത്രമല്ല, അത് റെക്ടിഫൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്, ഫീൽഡ് വർക്കിനകത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ ആക്ച്വൽ ആക്ട് ഓഫ് ഓഡിറ്റിംഗ് ആണ്. നമ്മൾ ആ ഒരു ഫേസിൽ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യാണ്. നമ്മളൊരു പ്ലാൻ ഒക്കെ തയ്യാറാക്കിയില്ലേ പ്ലാനിങ് ഫേസിൽ, ആ പ്ലാൻ നമ്മുടെ അവിടെ എക്സിക്യൂട്ട് ചെയ്യാണ്. എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടുത്തെ പ്രവർത്തനങ്ങളെ പറ്റി, അവിടുത്തെ പ്രവർത്തനങ്ങളും നിയന്ത്രണങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരുമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നു. അതുപോലെ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകള്, റെക്കോർഡ്സുകളെല്ലാം തന്നെ നമ്മൾ റിവ്യൂ ചെയ്യുന്നു. റിലവന്റ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും റിവ്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ആ കൺട്രോൾസുകൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നു, അത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. പിന്നെ നമ്മൾ നടത്തുന്ന എല്ലാ ഓഡിറ്റ് ആക്ടിവിറ്റീസുകളും, ആ വർക്ക് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓഡിറ്റ് വർക്ക് എന്തൊക്കെയാണോ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നു, രേഖപ്പെടുത്തി വെക്കുന്നു. അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്ന് അത് പ്രത്യേകം നമ്മൾ തിരിച്ചറിയുന്നു. അത് റെക്ടിഫൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസും കൂടി നമ്മൾ മുന്നോട്ട് വെക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്, ഫീൽഡ് വർക്കിനകത്ത് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ആ ഒരു ഫേസ് ഓക്കെ ആണോ? ഫീൽഡ് വർക്ക് ഫേസ് മനസ്സിലായോ? ഓക്കെ, അടുത്തത് കേട്ടാ, നെക്സ്റ്റ് ഫേസ് റിപ്പോർട്ടിംഗ് ആണ് കേട്ടോ. റിപ്പോർട്ടിംഗ് പറയാലോ, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങള് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്, അല്ലെ, നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. ആ ഫേസ് ആണ് കേട്ടോ റിപ്പോർട്ടിംഗ് ഫേസ്. ആസ് യു മൈറ്റ് ഗസ്, ഇന്റേണൽ ഓഡിറ്റ് വിൽ ഡ്രാഫ്റ്റ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ഡ്യൂറിംഗ് ദ റിപ്പോർട്ടിംഗ് ഫേസ്, അല്ലെ. റിപ്പോർട്ടിംഗ് ഫേസിൽ നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ് എന്ത് ചെയ്യാണ്, ഡ്രാഫ്റ്റ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെ. റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുകയാണ്.
ഇനി റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കിയേ. ദ റിപ്പോർട്ട് ഷുഡ് ബി റിട്ടൺ ക്ലിയർലി ആൻഡ് സക്സെന്റ്ലി to avoid the misinterpretation and to encourage the intended audience to actually read and understand the report. ഇനി നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കണം? ദാറ്റ് ഷുഡ് ബി റിട്ടൺ ക്ലിയർലി ആൻഡ് സക്സെന്റ്ലി. സക്സെന്റ്ലി മീൻസ് നമ്മൾ പറയില്ലേ, ചുരുക്കി എഴുതാന്ന് പറയില്ലേ, സംക്ഷിപ്തമായി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് നമ്മൾ എപ്പോഴും റിപ്പോർട്ടുകൾ വളരെ വ്യക്തമായിരിക്കണം, ലെജിബിൾ ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം. എന്നുവെച്ചാൽ ഒരുപാട് നമ്മൾ വാരി വലിച്ച് ഇലാബറേറ്റ് ചെയ്തിട്ടല്ല നമ്മൾ റിപ്പോർട്ട് എഴുതുന്നത്. അത് റിപ്പോർട്ട് എപ്പോഴും എന്തായിരിക്കണം, വേണ്ട കാര്യങ്ങൾ പോയിന്റഡ് ആയിട്ട് എഴുതുക, പെട്ടെന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളെ ഏറ്റവും ചുരുക്കി എഴുതുക എന്നുള്ളതാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കൺവേ ചെയ്യാൻ പറ്റണം. അപ്പൊ ആ രീതിയിൽ റിപ്പോർട്ട് എപ്പോഴും ലെജിബിൾ ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം, വ്യക്തമായിരിക്കണം. അതുപോലെ തന്നെ എന്താ പറയാ, കൺസൈസ് ചുരുക്കി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് വേണം നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട്. പിന്നെ മാത്രമല്ല, ടു അവോയ്ഡ് ദ മിസ്ഇന്റർപ്രിട്ടേഷൻ and to encourage the intended audience to actually read and understand the report. ഈ റിപ്പോർട്ട് നമ്മൾ ആർക്കാ കൊടുക്കുന്നത്? നമ്മൾ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് സീനിയർ ലീഡേഴ്സിന് അല്ലെ, ടോപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഗവേണിംഗ് ബോഡീസിനാണ് നമ്മൾ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അവരാണ് ഇന്റന്റഡ് ഓഡിയൻസ്, അവരാണ് ആ റിപ്പോർട്ട് വായിക്കാൻ പോകുന്ന ആൾക്കാർ അല്ലെ, അവർക്കാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ഒരിക്കലും ഒരു കൺഫ്യൂസ്ഡ് ആവാത്ത രീതിയിൽ, മിസ്ഇന്റർപ്രിറ്റ് ചെയ്യാത്ത രീതിയിൽ, എന്നാൽ അവർക്ക് വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന രീതിയിൽ, ഒരു എന്താ പറയാ അട്രാക്ഷൻ ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കാര്യങ്ങൾ അവർക്ക് ഈസി ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് അല്ലെ. നമ്മൾ ഗവർണിംഗ് ബോഡീസിന് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം, പോയിന്റഡ് ആയിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. ആ രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. അല്ലാതെ വാരി വലിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വായിക്കുന്നവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും, കാര്യങ്ങളെ പറ്റി വലിയ ധാരണയും കിട്ടില്ല. പക്ഷെ നമ്മളൊരു പോയിന്റ് ആയിട്ട് വളരെ എലിജിബിൾ ആയിട്ട് പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വായിക്കുന്നവർക്കും കുറച്ചും കൂടെ ഒരു എൻകറേജ് ഉണ്ടാവും, വായിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നും, കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും സാധിക്കും. സോ ആ രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കുക കേട്ടോ. ഇനി എന്താ പറയുന്നത്, ഫൈൻഡിങ് ഷുഡ് ബി അക്കമ്പനീഡ് ബൈ recommendations that are actionable and lead directly to process the improvement. ഇപ്പൊ നമ്മൾ ഓഡിറ്റ് നടത്തുമ്പോൾ ഒരുപാട് ഫൈൻഡിങ്സുകൾ നമുക്ക് കിട്ടും, ഒത്തിരി അല്ലെ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതിന് കണ്ടെത്തും. നല്ലതുണ്ടായിരിക്കും, ചീത്തയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ മെയിനായിട്ട് നമ്മൾ ഫൈൻഡിങ്സ് എഴുതുമ്പോൾ നമ്മൾ ഫൈൻഡിങ്സ് മീൻസ് കണ്ടെത്തലുകൾ എന്ന് പറയുമ്പോൾ ചിലത് ബെറ്റർ ആയിട്ട് പോകുന്ന കാര്യങ്ങൾ കുഴപ്പമില്ല, പക്ഷെ എക്സെപ്ഷൻസ് ഉണ്ടാവുമല്ലോ, പോരായ്മകൾ ഉണ്ടാവും അല്ലെ, ഡെഫിഷ്യൻസി ഉണ്ടാവും, വീക്ക് ആയിട്ടുള്ള ഏരിയകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഫൈൻഡിങ്സ് നമ്മൾ എഴുതുമ്പോ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഉൾപ്പെടെ ആയിരിക്കണം നമ്മൾ റിപ്പോർട്ടുകൾ, അതായത് ശുപാർശകൾ, അതായത് പോരായ്മകളുള്ള ഏരിയകളെ നമുക്കത് എന്താണ് റിക്കവർ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസും കൂടെ ഉൾപ്പെടുന്ന രീതിയിലായിരിക്കണം റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. അതായത് ഇന്ന ഏരിയ വീക്കാണ്, ഇന്ന ഏരിയയിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ട്, അങ്ങനെ മാത്രം എഴുതി വെച്ചാൽ പോരാ. ഇന്ന പോരായ്മകളാണ്, ഈ പോരായ്മകൾ നമുക്ക് ഇങ്ങനെ പരിഹരിക്കാം, അതിന് നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള റെക്കമെൻഡേഷൻസ് ഉൾപ്പെടെ ആയിരിക്കണം നമ്മൾ ആ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത്. ദാറ്റ് ആർ ആക്ഷനബിൾ, നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റണം. വെറുതെ കുറെ റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വെച്ചിട്ട് കാര്യമില്ല, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആക്ഷനബിൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് ദാറ്റ് വിൽ ബി പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കണം, നമുക്കത് പ്രാക്ടിക്കലി നടപ്പിലാക്കാനായിട്ട് കഴിയണം. അങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ് ഉൾപ്പെടെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഫൈൻഡിങ്സുകൾ അവിടെ റിപ്പോർട്ട് ആക്കേണ്ടത്. ദാറ്റ് ലീഡ് ഡയറക്ട്ലി ടു പ്രോസസ് ദി ഇംപ്രൂവ്മെന്റ്സ്. അത് നമ്മുടെ ആ ഇന്ത്യയുടെ ഓഡിറ്റ് പ്രോസസ്സിനെ കുറെ കൂടെ എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും അല്ലെ, കുറെ കൂടെ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ. ഇനി എന്താ പറയുന്നത്, ദ പ്രോസസ് ഓഫ് ഇഷ്യൂവിംഗ് ആൻ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് ഷുഡ് ഇൻക്ലൂഡ്, ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നത് കേട്ടോ. ദ പ്രോസസ് ഓഫ് ഇഷ്യൂവിംഗ് ആൻ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് ഷുഡ് ഇൻക്ലൂഡ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞതാണ്. ഡ്രാഫ്റ്റിംഗ് ദ റിപ്പോർട്ട്, നമ്മളൊരു റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നു. റിവ്യൂവിംഗ് ദ ഡ്രാഫ്റ്റ് വിത്ത് മാനേജ്മെന്റ് ടു എൻഷുവർ ദ ആക്യുറസി ഓഫ് ഫൈൻഡിങ്സ്, നമ്മൾ ആ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ട് അത് മാനേജ്മെന്റുമായിട്ട് ഒരുമിച്ചിരുന്ന് നമ്മൾ എന്ത് ചെയ്യും, അത് റിവ്യൂ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, ടു എന്താണ് എൻഷുവർ ദ ആക്യുറസി ഓഫ് ഫൈൻഡിങ്സ് അല്ലെ, നമ്മുടെ ഫൈൻഡിങ്സുകളുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്
അത് മാനേജ്മെന്റുമായിട്ട് ചേർന്നിരുന്നാണ് നമ്മൾ ആ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഡ്രാഫ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ആൻഡ് ഇഷ്യൂവൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഫൈനൽ റിപ്പോർട്ട്. എന്നിട്ടാണ് നമ്മൾ ഒരു ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി ആർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്? ഗവേണിംഗ് ഓഫീസിന് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ റിപ്പോർട്ടിംഗ് ഫേസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഓഡിറ്റ് ടീം ഓഡിറ്റ് റിപ്പോർട്ട് അവിടെ തയ്യാറാക്കുകയാണ്. റിപ്പോർട്ട് എപ്പോഴും വിസിബിൾ ആയിരിക്കണം, അത് കൺസൈസ് ആയിരിക്കണം, അത് വായിക്കുന്ന ആളുകൾ ആരാണോ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ എൻകറേജ് ഉണ്ടാകുന്ന രീതിയിലാണ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. പിന്നെ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ശുപാർശകൾ ഉൾപ്പെടെ നമ്മുടെ റിപ്പോർട്ട് അത് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന റെക്കമെൻഡേഷൻസുകൾ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. എന്നിട്ടോ നമ്മൾ ആ റിപ്പോർട്ട് മാനേജ്മെന്റുമായിട്ട് ചേർന്നിരുന്ന് റിവ്യൂ ചെയ്തതിന് ശേഷമാണ് ഫൈനൽ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കി വിതരണം ചെയ്യുന്നത്. ആർക്ക് സബ്മിറ്റ് ചെയ്യും? നമ്മളത് നമ്മുടെ ഗവേണിംഗ് ഓഫീസിന് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? റിപ്പോർട്ടിംഗ് ഫീസ് മനസ്സിലായോ? ഓക്കെ ആണോ? റിപ്പോർട്ടിംഗ് ഫീസ് മനസ്സിലായോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്ത ഫേസ് ഏതാണ്? ഫോളോ ഫേസ്. ഫോളോ ഫേസിൽ എന്തായിരിക്കും? ഇപ്പൊ നമ്മള് റിപ്പോർട്ടിംഗ് ഫേസിൽ റെക്കമെൻഡേഷൻസ് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അല്ലെ? നമുക്ക് നടപ്പിലാക്കേണ്ട റെക്കമെൻഡേഷൻസുകൾ വരെ ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള വരെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടിംഗ് ഫേസിനകത്ത് നടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ റെക്കമെൻഡേഷൻസ് ഒക്കെ നടപ്പിലാക്കണം അല്ലെ? നടപ്പിലാക്കുകയും വേണം, അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അതാണ് എന്ത്? ഫോളോ എന്ന് പറയുന്നത്. ഫോളോ അപ്പ് ചെയ്ത് പോകണം അല്ലെ? അപ്പൊ അതാണ് ഫോളോ അപ്പ് ഫേസ്. The final stage is an important one that is often overlooked and neglected. പക്ഷെ എന്താണ് ഈ ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ? ഫോളോ അപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടന്റ് സ്റ്റേജ് ആണ്. പക്ഷെ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു സ്റ്റേജ് കൂടിയാണ്. അത് മിക്കതിലും നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? ഫോളോ അപ്പ് കറക്റ്റ് ആയിരിക്കില്ല. ആ ഒരു ഫേസ് പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? നമ്മൾ ആ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് തന്നെ ചില പദ്ധതികൾ അങ്ങനെ പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വെക്കും. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകാറുണ്ട് അല്ലെ? പദ്ധതികളൊക്കെ കൊണ്ടുവരാറുണ്ട്, പക്ഷെ പദ്ധതികൾ നടപ്പിലാകാറുണ്ടോ? ഇല്ല. നടപ്പിലാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മളൊരു ഫോളോ അപ്പ് നടത്തണം അല്ലെ? ആ ഫോളോ അപ്പ് ഇല്ലാതെ വരുമ്പോഴാണ് അത് പേരിന് മാത്രം ഒതുങ്ങി പോകുന്നത്. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളോ അപ്പ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ അത് പലപ്പോഴും നെഗ്ലക്ട് ചെയ്യപ്പെടുന്ന ഫേസ് ആണ്. പക്ഷെ നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പാടാത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ് കൂടിയാണ് ഇത് ഫോളോ അപ്പ് ഫേസ് എന്ന് പറയുന്നത്. ആ ഒരു ഫേസ് ഇല്ലാതെ നമുക്ക് ആ ഇന്റേണൽ ഓഡിറ്റ് പ്രോസസ്സ് സക്സസ്ഫുൾ ആക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ നോക്കിയേ, ഫോളോയിങ് അപ്പ് ഈസ് ക്രിട്ടിക്കൽ to ensure that the recommendations have been implemented to address the findings identified. ഇപ്പൊ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഫൈൻഡിങ്സുകള്, അതായത് കണ്ടെത്തലുകള്, പോരായ്മകള്, അത് അഡ്രസ് ചെയ്യാൻ തക്കവണ്ണം എല്ലാ റെക്കമെൻഡേഷൻസ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഫോളോയിങ് അപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ആ റെക്കമെൻഡേഷൻ നടപ്പിലാക്കിയിട്ടുണ്ടോ, ഫോളോ ചെയ്യുന്നുണ്ടോ എന്നാലല്ലേ കാര്യമുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ഫേസ് ആണ് ഫോളോ അപ്പ് ഫേസ് എന്ന് പറയുന്നത്. This process should include appropriate follow-up with the process owners needing to implement the recommendations as well as board oversight of the company's overall status in addressing the findings identified by the integrator. ഇപ്പൊ ഈ ഒരു പ്രോസസ്സിനകത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഫോളോ അപ്പ് നമ്മൾ നടത്തുന്നുണ്ട്. ആരുമായിട്ടാണ് നമ്മൾ ഫോളോ അപ്പ് നടത്തുന്നത്? വിത്ത് പ്രോസസ് ഓണേഴ്സ് അല്ലെ? അതായത് പ്രോസസ് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെ? ആ സ്ഥാപനത്തിന്റെ പാർട്ട്നേഴ്സുകൾ അല്ലെ? അവരാണ് അതിന്റെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരുമിച്ചായിട്ടാണ് ആ ഒരു ഫോളോ അപ്പ് നമ്മൾ നടത്തുന്നത് അല്ലെ? ഇംപ്ലിമെന്റഡ് റെക്കമെൻഡേഷൻ, നമുക്ക് എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട റെക്കമെൻഡേഷൻസുകൾ എന്തൊക്കെയാണ്, അത് പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോളോ അപ്പ് ചെയ്യുന്നു. ആസ് വെൽ ആസ് ബോർഡ് ഓവർസൈറ്റ് ഓഫ് ദ കമ്പനീസ് ഓവറോൾ സ്റ്റാറ്റസ് അല്ലെ? ഇന്റേണൽ ഓഡിറ്റിൽ നിന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോർഡ് ഓഫ് ഗവേണിംഗ് ബോഡീസ് അല്ലെ, അവര് എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അതിൽ നമ്മുടെ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഓവറോൾ ആയിട്ടുള്ള സ്റ്റാറ്റസ് എന്താണ്, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഫോളോ അപ്പ് നടത്തുന്നത്.
Okay, if an organization fails to follow up on the implementation of recommendations, it is unlikely that the changes will be made. ഇപ്പൊ നമ്മള് ഈ റെക്കമെൻഡേഷൻസ് ഉണ്ടല്ലോ, ശുപാർശകള്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യം നമ്മൾ ഫോളോ അപ്പ് ചെയ്തില്ലാന്നിരിക്കട്ടെ. ആ ഫോളോ അപ്പ് ചെയ്യുന്നതിൽ നമ്മൾ ഫെയിലിയർ ആയി കഴിഞ്ഞാല് ആ ഒരു സ്ഥാപനത്തിൽ യാതൊരു മാറ്റങ്ങളും ഉണ്ടാവില്ല. നമ്മളൊരു മാറ്റം ഇപ്പൊ പോരായ്മകൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനാണ് പല റെക്കമെൻഡേഷൻ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. വെറുതെ അത് പേരിൽ ഒതുങ്ങിയിട്ട് കാര്യമില്ലല്ലോ, അത് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ, നടപ്പിലാക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് നടത്തണം. ഫോളോ അപ്പ് നടത്തണം, അത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? യാതൊരു ചേഞ്ചസും അവിടെ ഉണ്ടാവില്ല. എന്നും ആ പോരായ്മകൾ എപ്പോഴും എല്ലാ കാലത്തും അവിടെ നിലനിന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും അത് റെക്ടിഫൈ ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തില് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവില്ല. അപ്പൊ മനസ്സിലായല്ലോ ആ ഫേസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. പക്ഷെ പലപ്പോഴും അത് നെഗ്ലക്ട് ചെയ്യപ്പെടാറാണ് പതിവ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ഈ 4 ഫേസുകൾ കൂടുമ്പോഴാണ് ഇന്റേണൽ ഓഡിറ്റ് പ്രോസസ്സ് സക്സസ്ഫുൾ ആവുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ അതിന്റെ 4 ഫേസുകള് ഏതൊക്കെയാണ്? പ്ലാനിങ്, ഫീൽഡ് വർക്ക്, റിപ്പോർട്ടിങ്, ഫോളോ അപ്പ് കേട്ടോ. അപ്പൊ ഓരോ ഫേസിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. 4 ഫേസുകളൊന്നും വായിച്ചു നോക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അത്രയും താങ്കള് 4 ഫേസുകൾ മനസ്സിലായില്ലേ? അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോമൺ പിറ്റ്ഫോൾസ് ദാറ്റ് ക്യാൻ ഡിറൈവ് ആൻ ഇന്റേണൽ ഓഡിറ്റ് കേട്ടോ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മള് ഒരു ഇന്റേണൽ ഓഡിറ്റിനെ റദ്ദാക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ഓഡിറ്റിന് ചാലഞ്ചിങ് ആയിട്ടുള്ള ചില എന്താണ് പിറ്റ്ഫോൾസ്, മീൻസ് നമ്മൾ പറയില്ലേ തടസ്സങ്ങള് അല്ലെങ്കിൽ അപകടങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതായത് നമുക്കൊരു ഇന്റേണൽ ഓഡിറ്റ് അതിന് എന്താണ് ഫേസ് ചെയ്ത ഒരു ഇന്റേണൽ ഓഡിറ്റ് ഫേസ് ചെയ്യേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ നമുക്കൊരു ഓഡിറ്റ് പ്രോസസ്സ് ശരിയായ രീതിയിൽ നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങള്, അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, കോമൺ പിറ്റ്ഫോൾസ്. പിറ്റ്ഫോൾ മീൻസ് അപകടം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദാറ്റ് ക്യാൻ ഡിറൈവ് ആൻ ഇന്റേണൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ ഇന്റേണൽ ഓഡിറ്റ് റദ്ദാക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ, അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ഓഡിറ്റിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചാലഞ്ചസുകള്, വെല്ലുവിളികള് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അതും ഇമ്പോർട്ടന്റ് ആണ്. 4 പോയിന്റുകളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. അത് നോക്കുക. An internal audit can be extremely useful to help us streamline the process, find the gaps and identify the fraud. നമുക്കറിയാലോ ഒരു ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അല്ലെ. നമുക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ സ്ട്രീംലൈൻ ചെയ്യാനായിട്ട് അല്ലെ, സിംപ്ലിഫൈ ചെയ്യാനും ഗ്യാപ്പുകൾ കണ്ടെത്താൻ, അതായത് പോരായ്മകൾ കണ്ടെത്താനും, അതുപോലെ ഐഡന്റിഫൈ ദ ഫ്രോഡ്, എന്തെങ്കിലും തട്ടിപ്പുകളോ കാര്യങ്ങളോ ഒക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ, ലംഘനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ എന്ത് അത്യാവശ്യമാണ്, എന്ത് ഹെൽപ്ഫുൾ ആണ്, ഇന്റേണൽ ഓഡിറ്റ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്, അതിന് യൂസ്ഫുൾ ആണ്. However, my experience as an auditor has taught me to recognize the red flags that can quickly detail the process. ഇവിടെ ഒരു ഓഡിറ്ററിന്റെ വ്യൂ പോയിന്റിലൂടെയാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോ നമ്മൾ മനസ്സിലാക്കാം ഒരു ഇന്റേണൽ ഓഡിറ്റിന് റെഡ് ഫ്ലാഗ് ആയിട്ടുള്ള, ഇന്റേണൽ ഓഡിറ്റിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്. അപ്പൊ പ്രധാനമായിട്ടും 4 പോയിന്റുകളാണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ സ്കോപ്പ് ക്രീപ്പ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ സ്കോപ്പ് ക്രീപ്പ്. Second one, not talking to all clients or stakeholders.
third one, not reviewing the data, and fourth one, objectivity and independence. ശരിക്കും അവിടെ ലാക്ക് എന്ന് വേണം കേട്ടോ. ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് കേട്ടോ. ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് മാത്രം എഴുതരുത്, ശരിക്കും ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് കേട്ടോ. നാലാണെന്ന് മനസ്സിലാവുള്ളൂ. 4 പോയിന്റുകൾ ആദ്യം പഠിച്ചു വെക്കാം. എന്തൊക്കെയാണ്? സ്കോപ്പ് ക്രീപ്പ്, then not talking to all clients or stakeholders, third one, not reviewing the data, അതുപോലെ എന്താണ്? lack of objectivity and independence. ഇത്രയുമാണ് ഒരു ഇന്റേണൽ ഓഡിറ്റ് ഫേസ് ചെയ്യേണ്ടി വരുന്ന 4 പ്രധാനപ്പെട്ട ചാലഞ്ചസ് അഥവാ പിറ്റ്ഫോൾസ്, റെഡ് ഫ്ലാഗ്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഓരോന്ന് എന്താ നോക്കാം, ഇതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. ചിലപ്പോൾ പെട്ടെന്ന് വായിക്കുമ്പോൾ ക്ലിയർ ആവില്ല, കാര്യം എന്താന്ന് മനസ്സിലാക്കി വെക്കാം. ആദ്യത്തെ വരുന്നതാണ് സ്കോപ്പ് ക്രീപ്പ് കേട്ടോ. SCOPE വേണം കേട്ടോ, അവിടെ ഈ മിസ്സിംഗ് ആണ് കേട്ടോ. സ്കോപ്പ് ക്രീപ്പ്. അപ്പോ സംഭവം ഇത്രയേ ഉള്ളൂ, ഞാൻ പറഞ്ഞുതരാം. സംഭവം ഇതാണ്. സ്കോപ്പ് ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന്റെ ഒരു പരിധി ഉണ്ടല്ലോ, ആ പരിധി അതിന്റെ പരിധി അതിന്റെ ഒറിജിനൽ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് എന്ത് ചെയ്തു പോവാണ്? എക്സ്പാൻഡ് ചെയ്തു പോകുന്ന ഒരവസ്ഥ. അതിനെയാണ് നമ്മൾ സ്കോപ്പ് ക്രീപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കാം. അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ്, അതിന്റെ പരിധി, നമ്മൾ അതിനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ പരിധി അതിന്റെ ഒറിജിനൽ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് വികസിച്ചു പോകുന്ന ആ ഒരു അവസ്ഥ, അതാണ് എന്ത്? സ്കോപ്പ് ക്രീപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ഓഡിറ്റ് നടത്തുമ്പോൾ നമ്മൾ പ്ലാനിങ്ങിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ഓഡിറ്റ് എത്ര ദിവസം കൊണ്ട് നടത്തണം, ഏതൊക്കെ ഏരിയകളാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടത്, നമ്മളൊരു പരിധി നിശ്ചയിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓഡിറ്റിങ്ങിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കാര്യം അതിന് ഒരുപാട് സമയം എടുക്കും. ചിലപ്പോൾ ഒരു വർഷം മുഴുവൻ വേണമെങ്കിൽ നമുക്ക് ഒരു ഓഡിറ്റ് നടത്താനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് അങ്ങനെ നടത്താൻ പറ്റുമോ? ഇല്ല. നമ്മളൊരു ഓഡിറ്റ് നടത്തുമ്പോൾ നമ്മൾ അതിനൊരു പരിധി നിശ്ചയിക്കണം. ഇന്ന ഏരിയകള് അല്ലെ, ഇന്ന ഏരിയകള് നമുക്ക് ഓഡിറ്റ് നടത്തണം, ഇത്ര ടൈം പരിധിക്കുള്ളിൽ വെച്ച് നമുക്ക് അതിന്റെ ഓഡിറ്റ് നടത്തണം എന്നായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പ്ലാനിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൽ നിന്നും നമ്മൾ നിശ്ചയിക്കുന്ന പരിധിക്ക് അപ്പുറത്തേക്ക് അതിന്റെ ഒറിജിനൽ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ. അപ്പൊ അങ്ങനെ ഒറിജിനൽ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് പോയാൽ എന്തായിരിക്കും? നമ്മൾ ഉദ്ദേശിക്കുന്ന ഓഡിറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താണോ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും, പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ വന്ന് ഡൈവേർട്ട് ആയിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് പോയാൽ എന്തായിരിക്കും അവസ്ഥ? അതപ്പോ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താണോ ലക്ഷ്യം ഇട്ടത് അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മളൊരു പരിധി വെച്ചിട്ടുണ്ട്, പക്ഷെ ആ പരിധിക്ക് അപ്പുറത്തേക്ക് ഒറിജിനൽ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് അത് നമ്മൾ എന്ത് ചെയ്യുന്നു? വികസിച്ചു പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് സ്കോപ്പ് ക്രീപ്പ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് അറിയോ? ഇത് പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് സ്കോപ്പ് ക്രീപ്പ് വരുന്നത്. നമ്മൾ പ്ലാനിങ്ങിലാണല്ലോ അതിന്റെ സ്കോപ്പും ഒബ്ജക്റ്റീവ്സും ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പ്ലാനിങ്ങിലാണ്. അപ്പൊ നമ്മൾ ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്യാതെ വരുമ്പോ എന്ത് സംഭവിക്കും? ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന്റെ സ്കോപ്പ് മാറിപ്പോവും, നമ്മൾ ഉദ്ദേശിച്ച പരിധിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവും, ഒരുപാട് ചെലവ് കൂടും, കാലതാമസം എടുക്കും, അതിന്റെ ഫോക്കസ് നഷ്ടപ്പെടും, ഇന്റേണൽ ഓഡിറ്റ് പ്രോസസ്സിന്റെ കാര്യക്ഷമത പോകും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ശരിക്കും പറഞ്ഞ സ്കോപ്പ് ക്രീപ്പ് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്താണ്? പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ വരുമ്പോഴാണ് സ്കോപ്പ് ക്രീപ്പ് ഉണ്ടാവുന്നത്. കാര്യം മനസ്സിലായോ? സ്കോപ്പ് ക്രീപ്പ് എന്താണെന്ന് മനസ്സിലായോ? ഒരു ഇന്റേണൽ ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന്റെ പരിധി അതിന്റെ ഒറിജിനൽ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് വികസിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സ്കോപ്പ് ക്രീപ്പ്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് സ്കോപ്പ് ക്രീപ്പ് അവിടെ ഉണ്ടാകുന്നത്. ഇത്രയേ ഉള്ളൂ. അത് ഇനി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ നോക്കിയാം, പ്രോപ്പർ പ്ലാനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് സ്കോപ്പ് ഈസ് കീ ടു എ സക്സസ്ഫുൾ ഇന്റേണൽ ഓഡിറ്റ്. കണ്ടോ, ഒരു ശരിയായിട്ടുള്ള ഒരു പ്ലാനിങ്ങും അതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ സ്കോപ്പ് ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാല് അത് ഒരു ഇന്റേണൽ ഓഡിറ്റ് സക്സസ്ഫുൾ ആവുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായല്ലോ? വിത്ത് കോംപ്ലക്സ് സിസ്റ്റംസ് ആൻഡ് വർക്ക് ഫ്ലോസ് ഇറ്റ് ഈസ് ഈസി ഫോർ ദ പൊട്ടൻഷ്യൽ ഫോർ ദ റാപ്പിഡ് ഗ്രോത്ത്. അതായത് നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിന് വളരെ സങ്കീർണമായിട്ടുള്ള കുറെ സംവിധാനങ്ങളും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വർക്ക് ഫ്ലോസ് ഒക്കെയാണ് ആ ഒരു സ്ഥാപനത്തിനുള്ളതെന്ന് വിചാരിക്കാം. ഏത് സ്ഥാപനം ആയിക്കോട്ടെ, ഹോസ്പിറ്റലോ എന്തോ ആയിക്കോട്ടെ, എന്ത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവിടെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറെ സിസ്റ്റംസുകളും വർക്ക് ഫ്ലോസും ഒക്കെയാണ് അവിടെ ഫോളോ ചെയ്യുന്നതെങ്കിൽ
തീർച്ചയായിട്ടും അവിടെ ഒരു റാപ്പിഡ് ഗ്രോത്തിനുള്ള സാധ്യതയുണ്ട് അല്ലെ. It is easy for the potential for rapid growth. നമ്മള് ചില കാര്യങ്ങൾ നമ്മൾ എഫർട്ട് ഇട്ട് ചെയ്യുന്നതിനാണ് കുറച്ചും കൂടെ, നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യുന്നതിനാണ് കൂടുതൽ ശരിക്കും പറഞ്ഞ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അല്ലെ. നമ്മൾ യൂഷ്വൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കാളും നമ്മളൊരു റിസ്ക് എടുത്ത് ചില കാര്യങ്ങൾ, വെല്ലുവിളി ഉയർത്തുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു പൊട്ടൻഷ്യൽ അല്ലെ, നല്ലൊരു പൊട്ടൻഷ്യൽ, നല്ലൊരു ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് അപ്പോഴാണ് വരുന്നത്. പക്ഷെ എന്താണ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു സ്ഥാപനത്തിന് ഇപ്പൊ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റംസും വർക്ക് ഫ്ലോസും ഒക്കെ ആണെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവർക്ക് ഒരു റാപ്പിഡ് ഗ്രോത്തിനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. പെട്ടെന്നൊരു വളർച്ചയ്ക്കുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്തും കൂടുതലാണ് അവിടെ, റിസ്ക്കും കൂടുതലാണ് അല്ലെ. അപ്പോ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ, be sure to proactively plan for when an issue occurs that may affect the scope so that the team can respond quickly and efficiently. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ പിന്തുടരുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ സ്കോപ്പിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ഇഷ്യൂസിനെ നമ്മൾ മുന്നിൽ കാണണം. മുന്നിൽ കണ്ടിട്ട് പ്രോആക്റ്റീവ് ആയിട്ട് പ്ലാൻ ചെയ്യണം. പ്രോആക്റ്റീവ് ആയിട്ട് പ്ലാൻ ചെയ്യാന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇഷ്യൂ വന്നിട്ട് പ്ലാൻ ചെയ്യലണ്ട. ഇഷ്യൂ വരും, അല്ലെങ്കിൽ ഇങ്ങനെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മുൻകൂട്ടി കണ്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. അതാണ് പ്രോആക്റ്റീവ് എന്ന് പറയുന്നത്. ബിഫോർ എന്നുള്ള അർത്ഥമാണ്. നമ്മളൊരു ഇഷ്യൂ വന്നിട്ട് നമ്മൾ പറയില്ലേ, ഇഷ്യൂ വന്നിട്ട് അത് പരിഹരിക്കുന്നേക്കാളും നല്ലത് എന്താണ്, ഇഷ്യൂ വരുന്നേക്കാളും മുമ്പ് നമ്മളത് പരിഹരിക്കാൻ, അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അതിന് ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്ന നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി പ്ലാൻ ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ the team can respond quickly and efficiently. അപ്പൊ ഈ ഇന്ത്യയുടെ ഓഡിറ്റ് ടീമിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്വിക്ക് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനും എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇഷ്യൂസ് വന്നാൽ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ സമയത്തിന് നമുക്ക് നഷ്ടം വരില്ല. അതേസമയം നമ്മൾ ഈ ഒരു ഇഷ്യൂ വന്നു, ഇനി അത് ആ ഇഷ്യൂ പരിഹരിക്കാൻ ഒരു സൊല്യൂഷൻ കാണണം, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം വരും. അപ്പൊ ഇങ്ങനെ കോംപ്ലക്സ് സിസ്റ്റംസുകളും വർക്ക് ഫ്ലോസ് ഒക്കെ ഫോളോ ചെയ്യുന്ന സ്ഥാപനത്തിന് നമ്മൾ വരാൻ പോകുന്ന സ്കോപ്പിനെ എന്താ പറയാ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഇഷ്യൂസുകൾ നമ്മൾ മുൻകൂട്ടി തന്നെ കണ്ട് അതിന് വേണ്ടിയിട്ട് പ്രോആക്റ്റീവ് ആയിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. അങ്ങനെ പ്ലാൻ ചെയ്താൽ ടീമിന് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ക്വിക്ക് ആയിട്ട് തന്നെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എക്സാമ്പിൾ പറയുന്നത് നോക്കിയേ, ഡു യു ഇഗ്നോർ ദ ഇഷ്യൂ. ഇഷ്യൂ അല്ലാട്ടോ, ഇഷ്യൂ ആണ് തീരക്കനെ. ഡു യു ഇഗ്നോർ ദ ഇഷ്യൂ, ആഡ് ടു ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഓഫ് അണ്ടിൽ ലേറ്റർ. ദാറ്റ് മീൻസ് ഇഫ് യു ഇഗ്നോർ ദ ഇഷ്യൂ വന്നിട്ട് നമ്മൾ അത് നെഗ്ലക്ട് ചെയ്യാനുള്ള അർത്ഥം എന്താണെന്നറിയോ, ആഡ് ടു ഇറ്റ്. അതായത് that means you contribute to that issue. നിങ്ങൾ ആ ഇഷ്യൂയിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അത് അവിടുത്തെ വർക്ക് ഫ്ലോയിന് മുഴുവൻ തന്നെ തകരാറുണ്ടാക്കും എന്ന് പറഞ്ഞ് ഇഷ്യൂ വരാൻ കാത്തിരിക്കരുത്. ഇഷ്യൂ ഉണ്ടാകും, സാധ്യതയുള്ള ഇഷ്യൂ എന്താണോ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ക്ലിയർ? ഇനി എന്താണ്, when scope starts to expand, be sure to pump the brakes and reassess. Nothing is worse than allowing the scope to increase and later realizing that you are one step away from basically auditing the entire organization and all the process. ഇനി എപ്പോഴെങ്കിലും ഈ സ്കോപ്പ് പരിധി വിട്ട് എക്സ്പാൻഡ് ചെയ്തതായിട്ട് തോന്നി കഴിഞ്ഞാൽ അപ്പൊ അവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ ഒരു റീ അസസ്മെന്റ് നടത്തണം. കാര്യം നമ്മൾ ശരിക്കും ആ സ്കോപ്പ് വിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ ആ പ്രോസസ്സുകൾ കടന്നു പോകുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അയ്യോ നമ്മൾ ഉദ്ദേശിച്ച സ്കോപ്പിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വിട്ടുപോയി എന്ന് തോന്നുമ്പോൾ അപ്പൊ അതെന്തുണ്ടാവും, ആ ഇന്റേണൽ ഓഡിറ്റ് പ്രോസസ്സ് അവിടെ ഫെയിലിയർ ആയിരിക്കും. ഫെയിലിയർ ആവുന്ന മാത്രമല്ല അത് ഓർഗനൈസേഷന്റെ എല്ലാ പ്രോസസ്സിനെയും വളരെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. കാര്യം മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? നമ്മൾ ആ പരിധിയിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ടൈമിംഗ് സെറ്റ് ചെയ്യാനും ബഡ്ജറ്റ് സെറ്റ് ചെയ്യാനും സമയം അധികം നഷ്ടം വരാതെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ആ പരിധി വിട്ടു പോയി കഴിഞ്ഞാല് നമുക്ക് ആ ഇന്റേണൽ ഓഡിറ്റ് പ്രോസസ് ഒരിക്കലും സക്സസ്ഫുൾ ആക്കി മാറ്റാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാണ് ഈ സ്കോപ്പ് ക്രീപ്പ് ഉണ്ടാകുന്നത് വെച്ചാൽ അതൊരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ബാക്കിയുള്ള പോയിന്റ്സുകള് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ ശരി, അപ്പൊ ബിസ്മയ്ക്ക് ഒരിക്കൽ കൂടെ ബർത്ത്ഡേ വിഷസ് കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ.
അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗങ്ങൾ വായിക്കണം കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു.